ഹമാസ് വെടിനിർത്തലിനോട് അംഗീകരിച്ചിരിക്കുന്നു. ഇസ്രയേലിൻ്റെ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കാൻ തയ്യാറായിരിക്കുന്നു. ട്രംപിൻ്റെ 20 ദിന നിർദ്ദേശങ്ങളോടാണ് ഹമാസ് ആദ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. ട്രംപിന് നന്ദി അറിയിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന നിർദ്ദേശത്തോട് പ്രതികരിച്ച് ഹമാസ്. ആദ്യമായാണ് ഹമാസ് ഇത് പ്രതികരിക്കുന്നത്. തങ്ങളുടെ കൈവശമുള്ള എല്ലാ ഇസ്രായേലി ബന്ദികളെയും വിട്ടയക്കാൻ തത്വത്തിൽ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗാസയിലെ ബോംബാക്രമണം ഇസ്രായേൽ ഉടനടി നിർത്തിവെക്കണമെന്ന് ട്രംപും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കരാറിലെ ചില ഭാഗങ്ങൾ അംഗീകരിച്ചെങ്കിലും മറ്റു കാര്യങ്ങളെക്കുറിച്ച് മധ്യസ്ഥർ വഴി ചർച്ചകൾക്ക് ഉടൻ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കി. ഹമാസിന്റെ ഈ പ്രസ്താവനയെ ട്രംപ് സ്വാഗതം ചെയ്യുകയും സ്ഥിരമായ സമാധാനത്തിന് അവർ തയ്യാറാണെന്ന് താൻ വിശ്വസിക്കുന്നതായും അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബന്ദികളെ സുരക്ഷിതമായി പുറത്തെത്തിക്കുന്നതിനായി ഇസ്രായേൽ ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് ചെയ്യുന്നത് വളരെ അപകടകരമാണ് എന്നും അദ്ദേഹം, അതായത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്നലെ വരെ 52 പേരോളം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചിരുന്നു, സ്ത്രീകളും കുട്ടികളും അടക്കം. അപ്പോൾ അത്തരത്തിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഇപ്പോഴും ഇനി തുടർന്നുകൊണ്ടിരിക്കുന്നത് സുഗമമായി ബന്ദികളെ കൈമാറാൻ അത് ബുദ്ധിമുട്ടാകുമെന്നും കൂടിയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം ഉടൻ നടപ്പാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓഫീസ് അറിയിച്ചു. എന്നാൽ ബോംബാക്രമണം നിർത്തുന്നതിനെ കുറിച്ച് പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല. ഒപ്പം ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും US-ഉം ഈ ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഈ നീക്കത്തെ പല രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനോട് കൂട്ടി ചേർക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിൻ്റെ ഈ ഒരു നീക്കത്തെ അത് അനുമോദിച്ചിരിക്കുകയാണ്. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. നേരത്തെ നമുക്കറിയാം ഇന്ത്യയും ട്രംപുമായുള്ള ഒരു ബന്ധം അത് പലപ്പോഴും മോശമായ അവസ്ഥയിലേക്ക്, അതായത് ട്രംപ് തീരുവ പ്രഖ്യാപിച്ചതും ഇന്ത്യയുടെ മേലുള്ള സമ്മർദ്ദവുമെല്ലാം മോശമായ ഒരു തരത്തിലേക്ക് പോകുമ്പോഴാണ് പ്രധാനമന്ത്രി ട്രംപിനെ പ്രശംസിച്ചുകൊണ്ടുള്ള ഈ ഒരു ട്വിറ്റർ എക്സിൽ കുറിക്കുന്നത്. അത് ഇവർ തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ഊഷ്മളമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അത് നമുക്ക് നോക്കിക്കാണാം.